ഈ ഒരു വലിയ ഓഫീസിന്റെ വിൻഡോയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ അടഞ്ഞു പോവുകയാണ്. കാഴ്ച കണ്ട് ഓഫീസിലുണ്ടായിരുന്ന നൂറുകണക്കിന് ജോലിക്കാർ ഇപ്പോൾ ആകെ പാനിക് ആകുന്നു. പക്ഷേ ഈ സമയം അവരുടെ ബോസ് അവരോട് ഇപ്പോൾ പെട്ടെന്ന് അവരുടെ ജോലി നിർത്തി അവരുടെ കൂട്ടത്തിലെ രണ്ടുപേരെ അരമണിക്കൂറിനുള്ളിൽ അവിടെ വെച്ച് അവരോട് കൊല്ലാൻ പറയുന്നു. അതെ, അരമണിക്കൂറിനുള്ളിൽ അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ 4 പേർ കൊല്ലപ്പെടുമെന്ന് അയാൾ പറഞ്ഞെങ്കിലും വെറും പ്രാങ്കാണെന്ന് കരുതി അവിടുത്തെ ഒരു ജോലിക്കാരൻ പോലും അത് കാര്യമാക്കാതെ പുറത്തേക്ക് പോകാനുള്ള വഴികൾ ഇപ്പോൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. അതെ, അവിടുത്തെ മാനേജർ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാ പണിക്കാരെയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിച്ച് അവരോട് എല്ലാവരോടും പാനിക് ആകരുതെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാത്തത് കാരണം ഇത് വെറും പ്രാങ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള വഴികൾ അവരോട് ഇപ്പോൾ പെട്ടെന്ന് തിരയാൻ പറയുന്നു. ഇത് കാരണം കുറച്ചുപേർ ഇപ്പോൾ ആ ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിലേക്ക് കയറിയുള്ള സെക്യൂരിറ്റി ഗാർഡിനെ ഇപ്പോൾ വിവരം അറിയിക്കാൻ നോക്കുന്നു. പക്ഷേ അയാളാണെങ്കിൽ ഇപ്പോൾ അവരെ എല്ലാവരെയും കണ്ടെങ്കിലും അയാൾ അവരെ കാണാത്തതുപോലെ ഇപ്പോൾ മുഖം തിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അവിടുത്തെ മറ്റൊരു ജോലിക്കാരൻ അവരുടെ വെപ്രാളം കണ്ട് അവരെ കളിയാക്കിയതും തൊട്ടടുത്ത നിമിഷം ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തോ പന്തികേട് തോന്നി അവൾ ഇപ്പോൾ തൊട്ടടുത്ത നിമിഷം തല പൊട്ടിത്തെറിച്ച് അവിടെ വീണ് മരണപ്പെടുകയാണ്. കൂടാതെ ഈ സമയം തന്നെ ആ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന ഓരോരുത്തരായി ഇപ്പോൾ അതേ രീതിയിൽ കൊല്ലപ്പെടാൻ ആരംഭിക്കുന്നു. അങ്ങനെ അവസാനം അവരുടെ ബോസ് പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിലെ 4 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാകുന്നത് കാരണം അവർ ആ കമ്പനിയിൽ ജോലിക്ക് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ തലക്കകത്ത് അവരുടെ ബോസ് ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം അത് കളിയല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഇപ്പോൾ അവരുടെ ബോസിന്റെ ശബ്ദത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്.